പരിപാടി നമ്മളിവിടെ ആരംഭിക്കുന്നു. നമ്മുടെ തന്നെ അഭിലാഷിൻ്റെ ഒരു ഓണപ്പാട്ടോട് കൂടിയാണ് ആരംഭിക്കുന്നത്. അഭിലാഷിനെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യും. അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് വായനശാല പ്രസിഡന്റായ രവിയേട്ടനാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിൽ ആർദ്രമായി സ്വാഗതം. ആഘോഷ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ തൊഴിലുറപ്പ് അമ്മമാർ ഒരു ചെറിയ ഉപഹാരം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് വിതരണം ചെയ്യുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ 12ാം വാർഡ് മെമ്പറായിട്ടുള്ള സബിൻ ചർക്കലാണ്. ഈ പരിപാടിയുടെ മൊത്തം വായനശാല സംഘടിപ്പിക്കുന്ന ഈ പരിപാടികളെല്ലാം മൊത്തം ഒരു കോർഡിനേറ്ററായിട്ട് മനോജിനെ ഹാർദവമായി സ്വാഗതം. ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ കൃഷ്ണകുമാറായിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. കാരണം വായനശാലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പൊതുപരിപാടിയാണ്, ആദ്യത്തെ പൊതുപരിപാടിയാണ്. നമ്മളെല്ലാ പരിപാടികളും വീടിനകത്ത് ആരംഭിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ദക്ഷിണ കൊടുത്താണ് നമ്മൾ പൊതുകാര്യം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യ പരിപാടി ഇവിടുത്തെ അമ്മമാർക്ക് ഓണക്കോടി കൊടുത്തുകൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആഘോഷമാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളാൽ കഴിയുന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാന്നുള്ള ആ രീതിയിലേക്ക് വന്നപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വന്ന ഒരു ആശയമാണ് അമ്മമാരെ ആദരിക്കുന്നത്, അമ്മമാർക്ക് ഒരു ഓണക്കോടി കൊടുക്കുക എന്നുള്ളത്. ആ ഓണക്കോടി കൊടുക്കാനുള്ള ഇത് വന്നപ്പോൾ നമ്മൾ ഇവിടെ എല്ലാവർക്കും അതിനെക്കുറിച്ച് വിശദമായി പറയുന്ന തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട അവർക്ക് നമുക്കൊരു ഓണ സമ്മാനം ഓണക്കോടിയായിട്ട് കൊടുക്കാമെന്ന് വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മളുടെ 12ാം വാർഡ് മെമ്പർ സബിൻ ചെറുക്കലിനെ. നമ്മുടെ വായനശാല നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. വായനശാല പഞ്ചായത്തിൻ്റെ അധീനത്തിലെ ആളുകൾ കൂടി ഈ പരിപാടി സാമ്പത്തിക ചെലവ് മൊത്തമായി നടത്തുന്നത് വായനശാല അംഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ചുരുങ്ങിയ ആളുകളെ മാത്രമേ സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് ഫണ്ട് പഞ്ചായത്തിന് നമുക്ക് ലഭിക്കില്ല. അതിൻ്റെ അംഗങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് അതുകൂടെ അറിയിക്കുകയാണ്. വരും കാലങ്ങളിൽ കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിന് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സേവനത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തണം. എല്ലാവർക്കും ഓണാശംസകൾ. ഈ അമ്മയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്, സബിൻ അവരുടെ ഓണക്കോടി കൊടുക്കുന്നത്. അമ്മു അമ്മയ്ക്കാണ് തങ്ക കേട്ടി, സുഭദ്ര പിറ്റി മുരളിവാട്ടാണ് കൊടുക്കുന്നത്. തങ്ക പി
ജീവേട്ടൻ, ബേബി, കൃഷ്ണമാരട്ടൻ, ലക്ഷ്മി, ചെറിയേട്ടൻ, ചെറിയേട്ടനാണ്, അനിത, ഇന്ദിര, തങ്ക കെ പി, ശശി, സരസ്വതി, സരോജിനി, അടുത്ത കൗസല്യ, സുരേഷ്, ശോഭന, സതീശൻ, കൊടുക്കും, സതീശൻ, മാനുട്ടി കൊടുക്കണം, വിജയകുമാരി, സിദ്ദിഖയുടെ, ദേവു എ കെ, ഗഫൂർ, ദേവു എ കെ, നാരായണൻ, തങ്ക എൽ കെ, മണികണ്ഠൻ, ശാന്ത ഓക്കെ, അമ്മിണി കെ കെ, മോഹൻ, അടുത്ത് വള്ളിക്കുട്ടി, നളിനി ടീച്ചർ, നീല കെ പി, തങ്ക പി പി, അഭിലാഷ് കൊടുക്കണം, അഭിലാഷ്, ഫാത്തിമ, റീജ, ജാനകി പി പി, സതീഷ്, ജാനകി, നമ്മുടെ നമ്മുടെ ഈ ഓണത്തിന്റെ ഈ തലേന്ന് ഈ അമ്മമാരെ ആദരിച്ചത് വളരെ നന്നായി. കാരണം ഓണം എന്ന് പറഞ്ഞാൽ സമത്വത്തിന്റെ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. നമ്മളെല്ലാവരും ഒന്നാണ്. ഓരോരോ തൊഴിലിൽ ഓരോരുത്തർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒന്നാണ് എന്ന സങ്കല്പത്തിലേക്ക് ഒരു വിരൽ ചൂണ്ടുന്ന ഒരു പരിപാടിയായി ഈ വായനശാല ഇന്ന് നടത്തിയത് വളരെ നന്നായി. നമ്മൾ വൈലോപ്പിള്ളി സാറിൻ്റെ ഒരു 2 വരി കവിത ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി പറയാം. അതായത് ഏത് ഭൂതര സങ്കല്പങ്ങളിൽ പുലർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്ത് പുലർന്നാലും മനസ്സിൽ ഉണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും. ഇത്തിരി കൊന്നപ്പൂവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തിരി ഓണപ്പൂവും മാറ്റിയത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഈ ഓണം സമത്വത്തിന്റെ, സഹോദര്യത്തിന്റെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. അത് എല്ലാവരും ഉണ്ടാവുക. നമ്മളെല്ലാം ഒന്നാണ്. ഒറ്റക്കെട്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നേടാവുന്ന മഹാബലി നമ്മുടെ സങ്കല്പത്തിലേക്ക് ഒപ്പെത്തിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒപ്പെത്തിക്കുക, താഴെ നിൽക്കുന്നതിനെ മുന്നിൽ കൊണ്ടുവരിക. ആ ധർമ്മം ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞിപ്പാത്തുക്ക് കൂടി നമ്മൾ ഒരു ഓണക്കോടി കൊടുക്കുകയാണ്. അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാർഡ് മെമ്പർ സഫീൽ. നമ്മുടെ പ്രദേശത്ത് മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന കലയും സാംസ്കാരികവുമായുള്ള കാര്യങ്ങളൊക്കെ അന്യം പോകുകയും കാലഘട്ടത്തിൽ നമ്മുടെ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഈ രീതിയിലൊരു ഓണാഘോഷ പരിപാടി ചെറിയ തുടക്കമാണ്. വായനശാല പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങുന്ന 5-6 മാസത്തിലായിട്ടുള്ളൂ. എന്തായാലും ആദ്യത്തെ ഓണാഘോഷം നമ്മുടെ അമ്മമാർക്ക് ചെറിയതാണെങ്കിൽ പോലും നിറഞ്ഞ സന്തോഷത്തോടെ ഓണക്കോടി നൽകാൻ സാധിച്ചു എന്നതിൽ നമ്മുടെ വായനശാല പ്രവർത്തകർക്ക് സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്നത്. ഈ പ്രദേശത്തെ ചെറുപ്പക്കാർക്ക് വായനയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ഈ മറ്റു പദ്ധതികളെല്ലാം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷയൊക്കെ സമർപ്പിക്കാവുന്ന രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് പതിവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആദ്യം വേണ്ടത് ഏറ്റവും പ്രായം ചെന്ന അമ്മമാരുടെ സപ്പോർട്ട് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അമ്മമാർക്കൊരു മറ്റേ ദക്ഷിണ കൊടുത്തുകൊണ്ട് ഈ വായനശാലയുടെ പ്രവർത്തനം ഓണാഘോഷ പരിപാടി തുടക്കം കുറിച്ചത്. ഇവിടെ എത്തിച്ചേർന്ന ഓരോ വായനശാല പ്രവർത്തകരെയും അതോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അമ്മമാർക്കും ഇതിന് സൗകര്യം ചെയ്ത ഈ പ്രദേശത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ ഭാരത വായനശാലയുടെ ഫസ്റ്റിലുള്ള ഒരു ഓണ പരിപാടിയാണ്. അതിൽ നമ്മൾ
തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾക്ക് അമ്മമാർ ഒരു ഓണക്കോണം കൊടുക്കും. എല്ലാ ഇപ്പോൾ വായനശാല തുടങ്ങിയത് തന്നെ സാമൂഹികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളിലൂടെ മദ്യം, മയക്കുമരുന്ന് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ അമ്മമാരുണ്ട്, കുറേ പെങ്ങന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. ഓരോ കുടുംബത്തിന്റെ താളം തെറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയുന്നത്. അപ്പൊ അതിന് നല്ലൊരു ആ തിന്മയിൽ നിന്ന് വളർന്നു വരുന്ന തലമുറയെല്ലാം നല്ലൊരു നന്മയിലേക്ക് നയിക്കാനും അതിന് കുറേ വഴികാട്ടിയായിട്ട് നമ്മൾ ഇന്ന് വായനശാല പ്രവർത്തിക്കുന്നുണ്ട്. ഈ കുമ്പിച്ച് ബാവ മെമ്മോറിയൽ സ്മാരക വായനശാലയുടെയും ഉദ്ദേശം ഇത് തന്നെയാണ്. അപ്പൊ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും, ഈ കൂട്ടായ്മയിൽ പങ്കാളിയായിട്ടുള്ള എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇത്രയും നമ്മൾ സൗകര്യം ചെയ്ത് വായനശാലയ്ക്ക് എല്ലാവർക്കും അതിനൊക്കെ പാടും. അവിടെ പോയി വെട്ടി ചെങ്ങാതിന് തോല നിങ്ങൾ വെട്ടണ്ട, ഞാൻ വെട്ടിയില്ലേ. അവര് തൊഴിലുറപ്പിന്റെ കാര്യം അറിയണേ.
പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വായനശാലയിലേക്ക് നോക്കുന്നു. ആദ്യം ഓണാഘോഷ പരിപാടിയാണ്. ഓണം എന്നൊരു ഒരു നല്ല കാര്യത്തിൻ്റെ ഓണം കള്ളവുമില്ല, ചതിയുമില്ല, യാതൊരു അസമത്വമില്ല. എല്ലാവരും സ്നേഹം സമത്വത്തോടെ പോസിറ്റീവായിട്ടാണ് അതിൻ്റെ ഒരു ഓർമ്മ. അത് നല്ലൊരു ഭരണാധികാരിയുടെ ഒരു ഓർമ്മപ്പെടുത്താണ് ഓണക്കാരനാണ്. മറ്റേതൊരു പെരുന്നാളായിട്ടും എല്ലാം വളരെ